കടിയിലേക്ക് ഇതുപോലെ 5 രൂപയുടെ നാണയം നിങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ വേറെയും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ഐഡിയാസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പലർക്കുള്ളൊരു പരാതിയാണ് പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് ആവുന്ന സമയത്ത് പാലപ്പം ശരിയായിട്ട് ഇങ്ങനെ ഹോളൊന്നും വരുന്നില്ല, ആകെ ഇങ്ങനെ ബലം പിടിച്ച പോലെ ആയിട്ട് വരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ആദ്യം തന്നെ പാലപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പൊന്തി വരില്ലേ, ആ സമയത്ത് അതിൽ നിന്നൊരു 2 തവി മാവെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കുന്ന സമയമല്ലേ, ലാസ്റ്റത്തെ 1-2 പാലപ്പം ആവുന്ന സമയത്ത് ആ മാവിലോട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതും കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ മാവും നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാലപ്പം വരെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ദിവസം എല്ലാം തീരുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗവിലൊക്കെ എണ്ണയുടെയും അതുപോലെ ഫുഡിൻ്റെ ഒക്കെ ആയിട്ട് ആകെ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ. അങ്ങനെയുള്ള ദിവസം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു ലെമൺ എടുക്കുക, ഒരു നാരങ്ങയുടെ തൊലി അതിൻ്റെ പകുതി എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഡിഷ് വാഷ് ഒഴിച്ചിട്ടൊന്ന് ഇതേപോലെ റബ്ബ് ചെയ്തിട്ട് സാധാരണ പോലെ ഒന്ന് ആദ്യം നനച്ച് തുടയ്ക്കുക. പിന്നെ നോർമലായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്മെല്ലുകളോ ഓയിലോ ഒന്നും ഇല്ലാണ്ട് നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇഡലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ തട്ടിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഇഡലി ഉണ്ടാക്കുമ്പോൾ ചെയ്താൽ മതി. ആദ്യം നമ്മൾ ഇഡലി ഉണ്ടാക്കാനുള്ള തട്ടിൽ നന്നായിട്ടൊന്ന് ഓയിലാക്കി കൊടുക്കുക. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഈ തട്ട് ആ ഒരു ഇഡലി പാത്രത്തിലോട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. നല്ലപോലെ ചൂടായ ശേഷം മാത്രം ഇഡലി ഉണ്ടാക്കാനുള്ള മാവ് ഈ തട്ടിലോട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്ത തട്ട് നമ്മൾ ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതും ഒന്ന് ചൂടായ ശേഷം അടുത്ത ട്രിപ്പ് ഇഡലികൾ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുക, ഇഡലിക്കുള്ള മാവ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇഡലി വെന്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വിട്ട് കിട്ടും. ആ തട്ടിലൊന്നും അധികം ആവില്ല, അതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ചൂടായിട്ടുള്ള ഇഡലി തട്ടിലേക്ക് നമ്മൾ ഒഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാറുണ്ട്. ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ടും വരും, നല്ല ടേസ്റ്റും കൂടും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളത് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ കലക്കിയിട്ട് ഇതുപോലെ അതിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും. ആ പാല് ഇത്തിരി കട്ടി കുറവാണെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ടേസ്റ്റും ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊക്കെ കുറച്ച് അധികം നാളൊക്കെ യൂസ് ചെയ്യാതെ വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ കറുത്ത ഡോട്ട് ഇങ്ങനെ കരിമ്പം പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും പിന്നീട് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതെങ്ങനെയാണ് കളയാന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചായ ഒന്നും അരിക്കാൻ ഇങ്ങനത്തെ അരിപ്പുകളൊന്നും യൂസ് ചെയ്യാറില്ല, വേറെ ഓരോ കാര്യങ്ങൾക്കൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ എടുക്കാണ്ട് വെച്ചപ്പോഴാട്ടോ ഇങ്ങനെ ആയത്. ഇങ്ങനെ ആയിട്ടുള്ള അരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഈ അരിപ്പയുടെ നെറ്റിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ഒരു കറുപ്പ് കളറൊക്കെ ഫുള്ള് ഇങ്ങനെ ഇളകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ടൊന്ന് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലൊന്ന് കഴുകി എടുത്ത് നോക്കൂ. നല്ല പോലെ ക്ലീൻ ആയിട്ട് നല്ല പുതിയ അരിപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പുട്ടുകുറ്റിയിലൊക്കെ പുട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. പുട്ടുകുറ്റിയിലൊക്കെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ വെള്ളം വറ്റിയിട്ട് പുട്ടുകുറ്റിയുടെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാറില്ലേ. അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു കോയിൻ 1 രൂപയോ അല്ലെങ്കിൽ 50 പൈസയോ ഏതെങ്കിലും ഒരു കോയിൻ ഇതുപോലെ നമ്മൾ പുട്ടുകുറ്റിയുടെ വെള്ളത്തിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. വെള്ളം ഇങ്ങനെ കുറയുന്നതിനനുസരിച്ചിട്ട് വറ്റി വരുമ്പോൾ സൗണ്ട് കുറയും. വെള്ളം ഫുള്ള് വറ്റിയാൽ സൗണ്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ വെള്ളം വറ്റുന്നുണ്ട്, വറ്റി തുടങ്ങി എന്നൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ആകെ അടിയൊക്കെ കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണേ, അടിയൊക്കെ കരിഞ്ഞ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു പുട്ടും കുറ്റി നല്ല പോലെ കേടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
അടുത്തത് 5 രൂപയുടെ കോയിനുകളും അതുപോലെ തന്നെ കടുകും വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അത് കണ്ടിട്ട് ഞാനും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ധനപരമായിട്ട്, അതായത് പൈസയുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആ തടസ്സങ്ങളും കാര്യങ്ങളും, നമുക്ക് എന്തെങ്കിലും പൈസയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് ഇങ്ങനെ കിട്ടാതിരിക്കുന്നവർ, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ആ തടസ്സങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജീനെയൊക്കെ കളഞ്ഞിട്ട് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനുള്ള ഒരു ടിപ്പായിട്ടാണ് അവർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഞാനും അത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തവർ ഇത് കാണണ്ട കേട്ടോ. കണ്ടിട്ട് കാര്യമില്ല, ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ഈ ഒരു ടിപ്പ് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ, ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കടുക് വേണം. കടുക് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച കടുകിൻ്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് എടുക്കാൻ പാടില്ല. ചെറിയൊരു പാക്കറ്റ് കടുക് നമ്മൾ വാങ്ങുക. അതുപോലെ ചെറിയൊരു വൃത്തിയുള്ള ഒരു കണ്ടെയ്നറും വേണം. പുതിയതാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതേപോലെ ആ കടുക് നമുക്ക് പാക്കറ്റിൽ നിന്ന് ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഒരു 100 ഗ്രാം കടുകൊക്കെ മതിയാവും. പിന്നെ വേണ്ടത് 5 രൂപയുടെ 8 കോയിനാണ്. ഏകദേശം ഒരു 40 രൂപ നമുക്ക് വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോയിനൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മളിത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് കേട്ടോ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഏകദേശം രാവിലെ ആണെങ്കിൽ ഒരു 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത്, അതല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഒരു 8 മണിക്കും 9 മണിക്കിടയിലുള്ള സമയത്ത് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇതുപോലെ നല്ല നല്ല വൃത്തിയോട് കൂടിയിട്ട്, ശുദ്ധിയോട് കൂടിയിട്ട് ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഒരു 5 രൂപയുടെ കോയിന് നിക്ഷേപിക്കാം. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിലായാലും നമ്മൾ ഈ ഒരു പാത്രം വൃത്തിയോടെ സൂക്ഷിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ഒന്നില്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കാം, അതല്ലെങ്കിൽ അടുക്കളയിൽ നല്ല ക്ലീനായ സ്ഥലത്ത് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു മാസം നമ്മൾ ചെയ്യണം. ചൊവ്വാഴ്ചയും ചെയ്യണം, വെള്ളിയാഴ്ചയും ചെയ്യണം. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ഏകദേശം ഒരു 40 രൂപ നമ്മൾ ഇതുപോലെ കടുകിൽ ഇട്ട് വയ്ക്കുമല്ലോ. ഫുള്ളും കടുകിൽ മുങ്ങി നിൽക്കണം കേട്ടോ. പിന്നെ അടച്ച് വെക്കുകയും വേണം. അതിനുശേഷം നമുക്ക് ഒരു മാസം കഴിയുന്ന സമയത്ത് നമുക്കിത് പുറത്തോട്ട് എടുക്കാം, ഈ നാണയങ്ങൾ. എന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കുന്ന ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഈ നാണയം തന്നെ കൊടുക്കാം, അതല്ലെങ്കിൽ അതിന് തുല്യമായൊരു പൈസ, അതായത് ഒരു 40 രൂപ, അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് ആർക്കെങ്കിലും ദാനം ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ പൈസ തന്നെ നമുക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം, ഇനിയും ഇതിൻ്റെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. നല്ലൊരു പൈസ, എനിക്ക് ഇതുവരെ കുറേ നാളായിട്ട് കിട്ടാതിരുന്ന ഒരു പൈസ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഇതൊന്നും വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണ്ട കേട്ടോ. ഞാനൊരു ഒരുപാട് പേർക്കൊക്കെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റിലൊക്കെ കണ്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ലതായിട്ട് എനിക്കും തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഒരിക്കലും മുടക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ മുടങ്ങിപ്പോയാൽ ഒന്നേന്ന് തുടങ്ങണം, ആദ്യം തൊട്ട് തുടങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ ചെയ്ത് നോക്കാം കേട്ടോ. ചേച്ചി ഇപ്പോൾ കിച്ചൺ ടിപ്പൊക്കെ നിർത്തി ഇങ്ങനത്തെ പരിപാടിയൊന്നും വിചാരിക്കണ്ട. നല്ലതായിട്ട് തോന്നിയൊരു കാര്യം ഷെയർ ചെയ്തു, അത്രമാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മറ്റു ടിപ്സും ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും ഈ വീഡിയോ കണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്